ശ്രീ KS അരുൺകുമാർ, ഇപ്പോൾ ഈ ഏറ്റവും പുതിയ അന്വേഷണം തുടങ്ങിയിട്ട് 5 ദിവസമായിട്ടും എന്തുകൊണ്ടാണ് കേരള പോലീസിന് ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയാത്തത്? ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അദ്ദേഹം കർണാടകത്തിലാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് ആധികാരികമായിട്ടുള്ള വാർത്തയല്ല. ആരൊക്കെയോ സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ KPCCയുടെ മുൻ പ്രസിഡന്റ് തന്നെ 3 ദിവസം മുമ്പ് പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പ് സമയത്തുള്ള വലിയ തരത്തിലുള്ള തട്ടിപ്പാണ്, ഈ കെണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് KPCCയുടെ UDFന്റെ കൺവീനർ അതിനെ നേരിട്ടത്. അതാ നിന്റെ വിഷമം. അതുപോലെ മറ്റു പല നേതാക്കന്മാർ ഞാൻ ഈ പരാതികളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചപ്പോ ഇതൊക്കെ വ്യാജമാണെന്ന് കള്ളമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ക്ലീൻ ചിറ്റ് കൊടുത്തു. ഇവർ പറയുന്നു പുറത്താക്കിയെന്ന്. ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിക്ക് ആ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ കഴിയൂ. 1 മാസമാണ് കോൺഗ്രസിൽ സസ്പെൻഷൻ കാലാവധി. ആ നിയമപ്രകാരം 1 മാസം സസ്പെൻഡ് ചെയ്താൽ ആ 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിച്ച് ഒന്നെങ്കിൽ ഡിസ്മിസ് ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ചെടുക്കണം. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ എന്ന് വെച്ച് പറയേണ്ടത് നമ്മുടെ മര്യാദയല്ലേ? അതോടൊപ്പം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് വഹിക്കുന്ന സ്ഥാനം, അത് പഞ്ചായത്ത് മെമ്പറോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ MLAയോ സൊസൈറ്റി അംഗമോ സൊസൈറ്റി പ്രസിഡന്റോ ഏത് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനവും സസ്പെൻഷനോടെ ഇല്ലാതാകും. ഇതാണ് കോൺഗ്രസ് ഭരണഘടന പറയുന്നത്. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എത്ര വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോൺഗ്രസ് ഭരണഘടനയാ. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോ 3 മാസമായി. അതിന്റെ എൻക്വയറി നടന്നോ? അത് പൂർത്തീകരിച്ചോ? സസ്പെൻഷൻ അന്തിമമാക്കിയോ? ഡിസ്മിസലാക്കിയോ? അങ്ങേക്ക് അറിയോ? മനോരമയ്ക്ക് അറിയോ? ഏതെങ്കിലും ചാനലിന് അറിയോ? എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നു, വീടാന്തരം കയറി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നു. ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി വലിയ തരത്തിൽ കോൺഗ്രസ് നേതാവായിട്ട് MLA ആയി വിലസിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയാ ഞങ്ങൾ നടപടിയെടുത്തതാണെന്ന്. എന്താ നിങ്ങൾ പറയുന്നതിന്റെ പിന്നിൽ എന്താണ് യുക്തി? എന്റെ സംശയം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇത് തന്നെയാണോ? CPM-ലാണ് ഇങ്ങനെ ഒരു പരാതി വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പാർട്ടി നടപടി സ്വീകരിക്കുക? ഇന്നത്തെ ആ പരാതി ഒന്ന് വായിച്ചു നോക്കിയേ. ഹൃദയം തകർന്നു പോകില്ലേ ആ പരാതിയുടെ ഉള്ളടക്കം? ഇത്ര ക്രൂരമായിട്ടുള്ള പീഡനം, ക്രൂരമായിട്ടുള്ള ആക്രമണം ഒരു മനുഷ്യൻ എന്ന ഒരു പരിഗണന കൊടുക്കാൻ കഴിയുമോ? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ആ പരാതിയുടെ ഉള്ളടക്കം ചർച്ച ചെയ്യുമ്പോഴാണ് പക്ഷേ ഞാൻ താങ്കളോട് ചോദിച്ചത്, താങ്കൾ കോൺഗ്രസിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞു. CPM-ലാണെങ്കിൽ എന്താണ് നടപടിക്രമം? ഇതുവരെ പാർട്ടി സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്താണ്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. CPM-ൽ വരുന്ന പരാതി CPM-ന്റെ ആർക്കാണോ അഡ്രസ് ചെയ്യുന്ന കമ്മിറ്റി, ആ കമ്മിറ്റിക്കാണ് വരുന്നെങ്കിൽ കമ്മിറ്റി പരിശോധിക്കും. അത് ഏതെങ്കിലും റഫർ ചെയ്യേണ്ട പരാതിയാണെന്ന് ബോധ്യപ്പെട്ട റഫർ ചെയ്യും. ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കൺട്രോൾ കമ്മീഷൻ അടക്കമുണ്ട്. ഭയങ്കരം തന്നെ. ആ പരാതിയുടെ ഉള്ളടക്കം പരിശോധിച്ച് ചിലപ്പോൾ എൻക്വയറി കമ്മീഷനെ വെക്കും, ചിലപ്പോൾ ഉള്ളിൽ സംഘടനാപരമായിട്ട് പരിശോധിക്കേണ്ടതാണോ അത് കൃത്യമായിട്ട് സ്ത്രീകൾ നൽകുന്ന പരാതികളിൽ നടപടിയെടുക്കുന്നതിന് സമയപരിധി ഉണ്ടോ? ഒറ്റ മിനിറ്റ്, ഞാൻ പറയാം. നിങ്ങൾ ധൃതി പിടിക്കല്ലേ, 1 മണിക്കൂർ ഉണ്ടല്ലോ. CPM-വുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി വന്നിട്ട് അത് ചെയ്തില്ലേ, ഇത് നടപടി എടുത്തില്ലേ, ഇപ്പൊ അടുത്ത് പറയും, കോൺഗ്രസ് പ്രതിനിധി പറയും. ഏതു പേര് നിങ്ങൾ ഉന്നയിച്ചാലും കൃത്യമായി മാതൃകാപരമായിട്ടുള്ള സംഘടനാ നടപടി CPM സ്വീകരിച്ചിട്ടുണ്ട്. ഒരു നടപടി എന്ന് പറയുമ്പോൾ ചിലപ്പോ അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യാനായിരിക്കും. 5 10 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ടാവും സംഘടനയിലേക്ക്, ചിലര് പൂർണ്ണമായിട്ട് പുറത്താക്കിയിട്ടുണ്ടാവും. അതൊക്കെ ആ പരാതിയുടെ ഉള്ളടക്കം അനുസരിച്ച് മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തി അവരോട് ചോദിച്ചിട്ട് തന്നെ നടപടി സ്വീകരിക്കുക. ഇവിടെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ 30-ാം തീയതി എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നതിന് ശേഷം ഗത്യന്തരമില്ലാതെ സമയപരിധി ഉണ്ടോ? സ്ത്രീകൾ നൽകുന്ന പരാതികളിൽ ഉൾപ്പെട്ട ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് CPM-ൽ സമയപരിധി ഉണ്ടോ? അത് പിന്നെ ആര് പരാതി കൊടുത്താലും, ആർക്കെതിരെ, പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അംഗങ്ങൾക്കെതിരെ പരാതി കൊടുത്താലും വളരെ വേഗതയിൽ അത് കൈകാര്യം ചെയ്യും. അല്ലാതെ ഇന്ന ദിവസം എത്ര മണിക്കൂർ എന്നൊന്നും നമുക്ക് ഭരണഘടനാ പ്രകാരം തോന്നില്ലല്ലോ. ഏറ്റവും വേഗതയിൽ ഉചിതമായ നടപടി വളരെ പെട്ടെന്ന് എടുക്കും. പാലക്കാട്ട് തന്നെ ശ്രീ PK ശശിക്കെതിരായ ഒരു പരാതി ഒരു സ്ത്രീ നൽകിയപ്പോൾ നടപടിയെടുത്ത് 6 മാസം അദ്ദേഹത്തെ മാറ്റി നിർത്തി. പക്ഷെ 6 മാസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തി. ആ തരത്തിലുള്ള നടപടികൾ ആണോ പാർട്ടികൾ പൊതുവെ സ്വീകരിക്കേണ്ടത്? അതോ ഇങ്ങനെയുള്ള ആളുകളെ പൂർണ്ണമായി എന്നേക്കുമായി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണോ ചെയ്യേണ്ടത്?
ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത് നീയാ. നിഷ, ഞാൻ ആ പറഞ്ഞ ഉത്തരത്തിൽ അങ്ങ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് താങ്കൾ ഉപചോദ്യം ചോദിച്ച് തെന്നി മാറല്ലേ? ഒരു മിനിറ്റ് താങ്കൾ ഇടപെടാതിരിക്കെ. എന്താന്ന് വെച്ചാ പറ. വി.ഡി. സതീശൻ പറഞ്ഞ എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. മല ഇങ്ങ് തകർന്നു വന്നാലും ഞാൻ എന്റെ തീരുമാനം മാറ്റില്ല. കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടലിനെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ ആ ധാരാളം പരാതി പോലീസിന് റഫർ ചെയ്തോ? എങ്ങനെയുണ്ട്? ഈ പെൺകുട്ടി നവംബർ മാസം 30 കൊടുത്ത പരാതി 30, 1, 2 ഇന്ന് ഉച്ചവരെ റഫർ ചെയ്തോ? ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് മാറിയപ്പോ ഗത്യന്തരമില്ലാതെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു, അതുകൊണ്ട് എല്ലാം ഞങ്ങൾ അങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയുമ്പോ അത് കൃത്യമായി ജനങ്ങൾ ബോധ്യപ്പെടണം. അത് പറയാ നീ ആരാ? പരാതികൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുമല്ലോ. അതുകൂടി താങ്കൾ പറഞ്ഞ ശേഷം ഞാൻ ശ്രീ രാജു പൈ നാട്ടിലേക്ക് പോവാം. CPM-ന്റെ മുന്നിൽ വരുന്ന പരാതി ആരാണോ പരാതി കൊടുത്തയാൾ അവരെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സംഘടനാപരമായിട്ട് ഇടപെടേണ്ടതാണെങ്കിൽ ഇടപെടും. ചിലർ പറയും എന്റെ പ്രൈവസി മറ്റു കാര്യങ്ങൾ പോലീസിന് കൊടുക്കാൻ പാടില്ലെന്ന് പറയും. അങ്ങനെ ഓരോ പരാതിയുടെ ഉള്ളടക്കം പരിശോധിച്ച് ഉചിതമായ നടപടി സംഘടനാപരമായി പാർട്ടി രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു കുറവും വന്നിട്ടില്ല. പലരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ചിലർ കുറച്ച് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. നടപടി കാലയളവ് അടക്കമുള്ള ആളുകൾക്കെതിരെ പരാതി വന്നിട്ടുണ്ട്. മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമായിരുന്ന ഒരു ചെറുപ്പക്കാരനെതിരെ പരാതി വന്നിട്ടുണ്ട്. ഈ പരാതികളൊക്കെ പാർട്ടി നേതൃത്വം DGP-ക്കോ അല്ലെങ്കിൽ കൺസേൺഡ് പോലീസ് ഓഫീസർക്കോ കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് ഉദാഹരണ സഹിതം ഈ ചർച്ചയിൽ പറയാൻ താങ്കൾക്ക് പറ്റുമോ എന്നാണ് ചോദ്യം. അതായത് പോലീസ് സംവിധാനത്തിൽ കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യം, അതായത് ഇതിലെ വിക്ടിം കൊടുക്കാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. ഒരു തരത്തിലും പാർട്ടിക്കുള്ളിൽ പരാതി വരുന്നത് സംഘടനാപരമായിട്ട് പരിശോധിക്കാനും മറ്റു കാര്യങ്ങളാണ്. ഏതു പരാതി വന്നാലും ഉചിതമായിട്ടുള്ള നടപടി കൃത്യമായി പാർട്ടി എടുത്തിട്ടുണ്ട്. അത് ശരി. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ V.D. സതീശൻ പറഞ്ഞ എനിക്ക് നേരത്തെ അറിയാമെന്ന് പറഞ്ഞ പരാതികൾ പോലീസിന് കൊടുക്കാനാണോ അതോ V.D. സതീശൻ പാർട്ടി നേതാവ് എന്ന നിലയിൽ പരിശോധിക്കാനായിരിക്കുമോ ആ പെൺകുട്ടികൾ നൽകിയിട്ടുള്ളത്? അത് താങ്കൾക്ക് അറിയാമോ? എനിക്കറിയില്ല. അല്ല, എനിക്കറിയില്ല. V.D. സതീശന് കിട്ടുന്ന പരാതിയുടെ ഉള്ളടക്കവും അത് എന്ത് ഉദ്ദേശത്തോടെയാണെന്ന് ഞാൻ എങ്ങനെ പറയും? ചെന്നിത്തലയ്ക്ക് കിട്ടിയ ധാരാളം പരാതി ഞാൻ എങ്ങനെ പറയും? എനിക്കറിയില്ല. കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പറയട്ടെ. ഈ പ്രതിയോട് പോലീസിന് കൈമാറിയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. രാജു പി നായർ. നിഷ, ഇത് വളരെ കൗതുകമുള്ള ചർച്ചയാണ്. കാരണം ഞങ്ങളുടെ MLA ആയിരുന്ന ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഒരാളുടെ വിഷയത്തിൽ ഞങ്ങളാണ് പ്രതിസന്ധിയിലാവുന്നത്. പക്ഷെ ചർച്ചകളിൽ മുഴുവൻ പ്രതിസന്ധിയിലാവുന്നത് അരുൺകുമാറിനെ പോലത്തെ CPM-ന്റെ വക്താക്കളാണ്. എനിക്ക് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ പ്രതിനിധിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രതിനിധിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രതിനിധിയാണെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയാണ് നിങ്ങളെ എത്ര ഡയറക്റ്റ് ചോദ്യം ചോദിച്ചു? ഞാൻ പറയട്ടെ. അങ്ങ് ഞങ്ങളുടെ ഭരണഘടന വായിക്കാൻ മെനക്കെട്ട സമയം CPM-ന്റെ ഭരണഘടനയും CPM-ന്റെ റെസൊല്യൂഷൻസും പാസ്സാക്കിയതെങ്കിൽ ആ ലേബർ കോഡിന് നേരത്തെ തന്നെ ചട്ടം രൂപീകരിച്ചു വെച്ചും PMC പദ്ധതിയൊക്കെ ഒപ്പിട്ട ശിവകുട്ടിക്കെതിരെ, സംഘിക്കുട്ടി എന്നാണല്ലോ CPI വിളിച്ചത്, ആ സംഘിക്കുട്ടിക്കെതിരെ നിങ്ങൾക്ക് തന്നെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വരികയായിരുന്നു. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ദയവേത് സ്വന്തം കാര്യങ്ങൾ ആദ്യം പഠിക്കുക, എന്നിട്ടാവട്ടെ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അനുശാസിക്കുന്നത് അത്തരത്തിൽ സ്ത്രീകളുടെ പരാതി വന്നാൽ അത് പാർട്ടി സംവിധാനം കൂടിയിരുന്ന് ചർച്ച ചെയ്യേണ്ടതല്ല. അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തെ പോലീസിന് കൊടുക്കേണ്ടതാണ്. ഇല്ലേ? ഞങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന പറഞ്ഞ ഈ ഒറ്റ കേസ് മതി അരുൺകുമാറിനെ സംബന്ധിച്ചോളം പ്രതിയാവാൻ. ഒരു സ്ത്രീ വൈശാഖനെതിരെ പരാതി കൊടുത്തു, PK ശശിക്കെതിരെ പരാതി കൊടുത്തു, P ശശിക്കെതിരെ പരാതി കൊടുത്തു, മറ്റെത്രയോ പരാതികളുണ്ടായി CPM-ന്റെ സ്ത്രീവേട്ടകളെ സംബന്ധിച്ച്. ആ പരാതികളുണ്ടായിട്ട് പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നടക്കുമോ? ഒരൊറ്റ പരാതി CPM-ന്റെ ഏതെങ്കിലും ഒരു ഘടകം ഇന്ത്യക്കകത്ത് ഒരു സ്ത്രീയുടെ പരാതി പോലീസിലേക്ക് കൊടുത്തിട്ടുള്ള അരുൺകുമാർ നട്ടലിന് വാഴപ്പുഴയുടെ ബലം അല്ലെങ്കിൽ ഇത് പറ, ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് പറ. എന്താ ഉറക്കം വരുന്നു പറഞ്ഞത് ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവേണ്ടതിന് പകരം പറഞ്ഞു അരുൺകുമാർ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ നേതാവിനെതിരെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നാണം കെട്ട് തല കുത്തിയിരുന്നാലേ ഒരു സ്ത്രീ ഒരാൾക്കെതിരെ PK ശശിക്കെതിരെ പരാതി കൊടുത്തിട്ട് തീവ്രത അളക്കാൻ പോയ കമ്മീഷൻ വെച്ചവരല്ലേ ഇവർ? ഇല്ലേ?
ശ്രീമതി ടീച്ചറിനെ പോലെ ഒരു വനിതയെ കൊണ്ട്, AK ബാലനെ കുറിച്ച് ഇല്ലേ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. PK ശശി എന്ന് പറഞ്ഞ ഒരു പെണ്ണുപിടിയനെ നിങ്ങൾ നടപടി എടുക്കാഞ്ഞിട്ട് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ആരെങ്കിലും ഒരാൾ ഒരു മറിച്ചൊരു അഭിപ്രായം പറഞ്ഞോ? ഇല്ലല്ലോ. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. നിങ്ങളുടെ MLA ആയിരുന്ന CKP പത്മനാഭൻ അവസാനം പറഞ്ഞത് എന്താ? എന്റെ രോഗാവസ്ഥയ്ക്ക് കാരണം ഈ പാർട്ടിയാണെന്ന് പറഞ്ഞത്. എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ മകൾ P ശശിക്ക് കൊടുത്ത പരാതി. ആ P ശശി ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുക, കേരളത്തിലെ പോലീസ് സംവിധാനത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഒരു SP അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരെ കൊണ്ട് പരാതി പറയാൻ വന്ന ഒരു സ്ത്രീയെ ലൈംഗികമായി ബലാത്സംഗം ചെയ്തു. അദ്ദേഹം മാത്രമല്ല CA കൊണ്ടും ചെയ്യിപ്പിച്ചു പറഞ്ഞിട്ട് എഴുതി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അല്ലേ? ആരുടെ കീഴില? ഈ P ശശിയുടെ കീഴിൽ. ഈ P ശശിയുടെ കീഴിലിരിക്കുന്ന പോലീസ് ഇതല്ലാണ്ട് എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതല്ലാണ്ട് എന്ത് ചെയ്യും? എണീറ്റ് വരണ്ടേയിരുന്നു. സുജിത് ദാസിനെതിരെ വന്ന പരാതി എന്താ? അപ്പോ CPM ബലാത്സംഗികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പാർട്ടിയല്ലേ? സ്ത്രീപീഡകർക്ക് സംരക്ഷണം കൊടുക്കുന്ന പാർട്ടിയല്ലേ? പോലീസിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്ന ആൾക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന പാർട്ടിയല്ലേ? ഇതൊരു നടത്തു പോണ മാതിരില്ല. ആലുവയിൽ ബോഫിയ പർവീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെട്ട എന്താ? അവിടുത്തെ CAയുടെ പേര് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചുകൊണ്ടാണ് കൊടുത്തത്. അയാൾ ഇന്ന് സർവീസിലല്ലേ? ഇല്ലേ? ഇന്ന് സർവീസിലില്ലേ അയാള്? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ചാണല്ലോ അരുൺകുമാർ പറഞ്ഞത്. മിഷ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മുകേഷിന്റെ ആദ്യ ഭാര്യയുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തിയില്ലേ? എന്തായിരുന്നു ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത്? എവിടെ പോണ്? തൊണ്ട വെള്ളം കുടിക്കണം. എന്റെ വയറ്റിൽ, ഞാൻ ഗർഭിണിയായിരിക്കുമ്പോ എന്റെ വയറ്റിൽ ചവിട്ടി എന്നാ പറഞ്ഞത്. എന്തിനാ? ഗർഭം കലക്കാൻ ഇല്ലേ? അയാളെ അല്ലേ 2016 തെരഞ്ഞെടുപ്പിൽ ഇവര് സ്ഥാനാർത്ഥിയാക്കിയത്? വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? 2021 തെരഞ്ഞെടുപ്പിൽ ഇവര് സ്ഥാനാർത്ഥിയാക്കിയതിനല്ലേ? മീറ്റു ഉൾപ്പെടെയുള്ള ആരോപണം നിലനിൽക്കുമ്പോഴല്ലേ ചെയ്തത്? ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുമ്പോൾ മറ്റൊരു സ്ത്രീ പരാതി കൊടുത്ത് പോലീസ് കേസെടുത്ത് FIR ഇട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ഇയാള് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് ഇല്ലേ? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. അപ്പോ ഞങ്ങൾ ഒരാളെ MLA സസ്പെൻഡ് നിർത്തിക്കുന്ന പാർട്ടിയോട് സമാനമായ ആരോപണം നിലനിൽക്കുന്ന മുകേഷിന് 3 പ്രാവശ്യം സീറ്റ് കൊടുത്തിട്ട് CPM വന്ന് ഞങ്ങളെ ധാർമ്മികത പഠിപ്പിക്കാൻ പോവാ. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ രക്ഷാകർത്തൃത്വവും ഉപേക്ഷിച്ചുകൊണ്ട് നിയമത്തിന് വിട്ടുകൊടുത്തിട്ട് നിയമം നടപ്പാക്കാൻ കഴിയാത്ത പാർട്ടിയുടെ പ്രതിനിധിയാണ് അരുൺകുമാർ. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന അരുൺകുമാറിന്റെ പാർട്ടി കോൺഗ്രസ് എടുത്ത മാതൃകാപരമായ നിലപാടിനെ അംഗീകരിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. പക്ഷേ അതിനെ കുറ്റപ്പെടുത്താൻ പറഞ്ഞാൽ മറ്റാരോ പറഞ്ഞ പോലെ വെക്കുന്ന വെടിയെല്ലാം എവിടെയോ ചെന്ന് കൊള്ളുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അരുൺകുമാർ ദയവ് ചെയ്ത് ഞങ്ങൾ ഈ ചർച്ച നിങ്ങൾ പരിഷ്കരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആയിരിക്കും ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം വരിക. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.